മൂന്നാമത്തെ പുസ്തകത്തിലെ ഒന്നാമത്തെ മൊഡ്യൂള് നമ്മൾ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ മൊഡ്യൂളാണ് നമുക്ക് എടുക്കാനുള്ളത്. അതായത് 20 പാഠം വരെ അൽഹംദുലില്ലാ നമ്മൾ മനസ്സിലാക്കി. ഇനി 21ാമത്തെ പാഠമാണ് നമുക്ക് എടുക്കാനുള്ളത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഇന്ന് കുറച്ച് കാര്യങ്ങളും അടുത്ത ആഴ്ചയിലുമൊക്കെ ആയിട്ട് ഇതുവരെ പഠിച്ച ചില കാര്യങ്ങൾ ഒന്ന് നമ്മൾ ഓർമ്മയിൽ കൊണ്ടുവന്ന് പുതിയ ക്ലാസ്സിലേക്ക് കടക്കാമെന്നാണ് ഇൻഷാ അല്ലാഹ് വിചാരിക്കുന്നത്. മൊത്തത്തിൽ നമ്മൾ പഠിച്ചു. അറബി ഭാഷയിൽ 3 രീതിയിലാണ് അതിനെ വേർതിരിച്ചിട്ടുള്ളത്. ഒന്ന് ഇസ്മ്, മറ്റൊന്ന് ഫിഅല്, മറ്റൊന്ന് ഹർഫ്. ഈ 3 രീതിയിലാണ് ഇതിനെ വേർതിരിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതിൽ ഇസ്മിന്റെയും ഫിഅലിന്റെയും ഹർഫിന്റെയും ഒക്കെ ഇഅ്റാബുകളെ കുറിച്ചിട്ടും അതിന്റെ മറ്റു നിയമങ്ങളെ കുറിച്ചിട്ടുമൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. എന്നാൽ അത് ഒന്ന് ജസ്റ്റ് കണ്ണോടിച്ചു പോകുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ചില ഏറ്റവും എളുപ്പമുള്ളതിൽ നിന്ന് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഹർഫുകളാണ്. ഹർഫുകളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു, അൽ ഹുറൂഫു കുല്ലുഹാ മബ്നിയ്യതുൻ ദായിമ. ഹർഫുകൾ എപ്പോഴും എന്തായിരിക്കും? മബ്നിയ്യതുൻ ദായിമ. അതെപ്പോഴും എന്തായിരിക്കും? മബ്നിയായിരിക്കും. എല്ലാ ഹർഫുകളും അത് മബ്നി ആയിരിക്കും എന്നുള്ളതാണ്. അതില് ഫി, അല, മുന്തു, വ, അ ഇങ്ങനെ കുറെ ഹർഫുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഇഅ്റാബ് നോക്കുകയാണെങ്കിൽ അതൊക്കെ മബ്നിയാണ്. ഉദാഹരണത്തിന് ഫി എന്നുള്ള ഹർഫ് ജർ. ഫി എന്നുള്ള ഹർഫ് ജർ വരുമ്പോ ഹർഫ് ജർ മബ്നിയുൻ അല സുകൂൻ. ഫി എന്നാണെങ്കിൽ ഹർഫ് ജർ മബ്നിയുൻ അല സുകൂൻ എന്നുള്ളതാണ് അവിടെ വരിക. ഇനി അല എന്നാണെങ്കിൽ ഹർഫ് ജർ മബ്നിയുൻ അല സുകൂൻ. മബ്നിയുൻ അല സുകൂൻ. മുന്ദു ഹർഫ് ജർ മബ്നിയുൻ അല ദ്ദമ്മ. മബ്നിയുൻ അല ദ്ദമ്മ. ഇനി ഇസ്തിഫ്ഹാമിൻ്റെതാണെങ്കിൽ ഇപ്പോ വ എന്നുള്ളത് ഹർഫ് അത്ഫ് മബ്നിയുൻ വ എന്നുള്ളത് ആതിഫിന്റെ വാവ്. അത്ഫിന്റെ വാവ് വരുമ്പോ എന്താ വരിക? ഹർഫ് അത്ഫ് മബ്നിയുൻ അലൽ ഫത്ഹ. അലൽ ഫത്ഹ. അത് ഫത്ഹുമ്മലാണ്. ഇനി ഇസ്തിഫ്ഹാമിന്റെ ഹംസ ആണെങ്കിൽ ആ എന്ന് വരുമ്പോ ഹർഫു ഇസ്തിഫ്ഹാം മബ്നിയുൻ അലൽ ഫത്ഹ. അലൽ ഫത്ഹ. അദ്ഹബു അതദ്ഹബു എന്നുള്ള ആ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനാണ് ഇസ്തിഫ്ഹാമിന്റെ ഹംസ എന്ന് പറയുന്നത്. അതായത് ഇത്രേ ഉള്ളൂ. ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളിൽ ഹംസ ഒഴിച്ച് ബാക്കിയെല്ലാം ഇസ്മാണ്. ഹംസ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ഇസ്മാണ്. അപ്പൊ ഇവിടെ ആ എന്നുള്ളത് ഹർഫായിട്ട് വരിക. ഹർഫു ഇസ്തിഫ്ഹാമാണ്. മബ്നിയുൻ അൽ ഫത്ഹ. ഫത്ഹിന്മേലായിരിക്കും എന്ത് ചെയ്യുക? മബ്നി ആകുക എന്നുള്ളതാണ്. ഇതാണ് ഹുറൂഫുകളെ കുറിച്ചിട്ട് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ. ഇനി മറ്റൊന്നാണ് ഇസ്മ. ഇസ്മ 2 രൂപത്തിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് മബ്നിയാണ്, മറ്റൊന്ന് മുഅറബാണ്. മബ്നിയാണ്, മുഅറബാണ്. 2 രൂപത്തിൽ എന്തുണ്ട്? ഇസ്മ വരുന്നുണ്ട്. അൽ മബ്നിയാതു മിനൽ അസ്മാ. മബ്നിയായിട്ടുള്ള ഇസ്മുകൾ. ഇപ്പൊ മബ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം എന്തില്ല? മാറ്റം വരികയില്ല. മഗ്റബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം മാറ്റം ഉണ്ടായിരിക്കും. അപ്പൊ ഇസ്മ 2 രൂപത്തിലുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഒന്ന്
മബിനിയായ ഇസ്മ്, മറ്റൊന്ന് മുഅറബായിട്ടുള്ള ഇസ്മ്. ഇനി അതിൽ മബിനിയായിട്ടുള്ള പിന്നെ ഇസ്മുകൾ ഏതൊക്കെ ആണ് എന്നുള്ളതാണ്. അതിലൊന്നാണ് അസ്മാ ഉൽ ഇഷാറ. ഇസ്മുൽ ഇഷാറ എന്താണ്? അത് മബിനിയായിട്ടുള്ള ഇസ്മാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് ഹാദ, ഹാദിഹി, ഹ ഉലായി, ഇതൊക്കെ എന്താണ്? മബിനിയായിട്ടുള്ള ഇസ്മുകൾ ആണ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഹാദ റജുലുൻ, ഹാദ റജുലുൻ, ഇതൊരു പുരുഷനാകുന്നു എന്നുള്ളതാണ്. ഈ ഹാദ എന്നുള്ളതിന്റെ ഇഅ്റാബ് എങ്ങനെയായിരിക്കും? ഹാദ എന്നുള്ളതിന്റെ مبني على السكون. ഫുള്ള് പറയണം, ഫുള്ള് പറയണം. اسم إشارة مبني كل على إشارة ആ, مبني ഇസ്മുൽ على ഇഷാറ على السكون. മബിനിയുൻ مبني على അല الفتح സുകൂനി ഫി محل محل رفع في مبتدأ محل رفع رفع مبتدأ في محل رفع مبتدأ. هذا رجل എന്ന് പറയുമ്പോൾ ഇസ്മുൽ ഇഷാറ മബ്നിയുൻ അല സുകൂൻ ഫി മഹല്ലി റഫ്ഇ മുബ്തദ. അപ്പൊ ഹാദ എന്നുള്ളത് എന്താണ്? ഇസ്മു ഇഷാറയാണ്, മബ്നിയുൻ അല സുകൂൻ, അത് സുക്കൂനുമേൽ എന്താണ്? മബ്നിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇസ്മുൽ ഇഷാറകൾ എന്താണ്? മബ്നിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഹാദ എന്ന് പറഞ്ഞ ഇസ്മുൽ ഇഷാറ മബ്നിയുൻ അല സുകൂൻ ഫി മഹല്ലി റഫ്ഇ മുബ്തദ. മറ്റൊന്നാണ് ഈ മബ്നിയായ ഇസ്മിൽപ്പെട്ട മറ്റൊന്നാണ് അദ്ദമാഇറുൽ മുൻഫസില, സെപ്പറേറ്റ് ആയിട്ടുള്ള ളമീറുകൾ. അദ്ദമാഇറുൽ മുൻഫസില, ഹുവ, ഹിയ, ഹും എന്നുള്ള ഇതൊക്കെ എന്താണ്? ളമാഇറുൽ മുൻഫസിലയാണ്. അതിൽ ഒരു ഉദാഹരണം ഹുവ മുദർരിസുൻ, ഹുവ മുദർരിസുൻ, അവൻ അധ്യാപകനാകുന്നു എന്നുള്ളതാണ്. അപ്പോ ഹുവ എന്നുള്ളതിന്റെ ഇഅ്റാബ് എന്തായിരിക്കും? ضمير منفصل അയ്വ مبني على الفتح അലൽ ഫത്ഹ في محل في مبتدأ في محل رفع مبتدأ في محل رفع مبتدأ محل رفع مبتدأ. هو എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ضمير منفصل مبني على الفتح في محل رفع مبتدأ. അല്ലെ? അപ്പൊ അവിടെ എന്താണ്? മബ്നിയുൻ അലൽ ഫത്ഹാൻ, അല്ലെ? ഫത്ഹിന്മേൽ എന്താണ്? മബ്നിയാണ് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കിയ ഇസ്മുൽ ഇഷാറ മബ്നിയായ ഇസ്മാണ്. അതേപോലെ തന്നെ ളമാഇറുൽ മുൻഫസില, അത് മബ്നിയായിട്ടുള്ള ഇസ്മാണ്. മൂന്നാമത്തേതാണ് അദ്ദമാഇറുൽ മുത്തസില, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ളമീറുകൾ. ളമാഇറുൽ മുത്തസില, ഹു, ഹ എന്നുള്ളതൊക്കെ ഇസ്മുഹു, ഇസ്മുഹ, ഇസ്മുഹും എന്നുള്ള ഇതൊക്കെ എന്താണ്? അറ്റാച്ച്ഡ് ആയിട്ടുള്ള ളമീറുകളാണ്. ഉദാഹരണത്തിന് ഇസ്മുഹു മുഹമ്മദുൻ, ഇസ്മുഹു മുഹമ്മദുൻ. ഇസ്മു എന്നുള്ളത് എന്താണ്? مبتدأ مبتدأ مرفوع മർഫൂഉൻ അല ദ്ദമ്മ. رفع ضمة ഹു എന്നുള്ളത് مضاف إليه അവിടെ എന്തായിരിക്കും? ضمير متصل ضمير ضمير متصل متصل مبني مبني في محل جر مبني مضاف എന്തിനാ മബിനി? على الضم على الضم على الضم ضم في في محل محل جر جر مضاف مضاف إليه. إليه في محل جر مضاف إليه. അപ്പൊ ഇസ്മുഹു എന്ന് പറഞ്ഞാൽ അഹു എന്നുള്ളത് എന്താണ്? ضمير متصل مبني على الضم في محل جر مضاف إليه. അപ്പൊ അവിടെ എന്താണ്? മബ്നിയുൻ അല ദ്ദം, ളമീർ മുത്തസിൽ എന്തായിട്ട് വരാം? ഇസ്മാണ്, മബ്നിയാണ് എന്നുള്ളതാണ്. അപ്പോ ഇപ്പൊ മൂന്നെണ്ണം മനസ്സിലാക്കി: അസ്മാഉൽ ഇഷാറയും ളമീർ മുൻഫസിലും ളമീർ മുത്തസിലും. മൂന്നാമത്തേതാണ് അസ്മാഉൽ മൗസൂല. അസ്മാഉൽ മൗസൂല അല്ലദീ, അല്ലതി, അല്ലദീ, പിന്നെ അല്ലദീന എന്നുള്ള ആ ഇതൊക്കെ അസ്മാഉൽ മൗസൂലകളാണ്, നമ്മൾ മുന്നേ പഠിച്ചതാണ്.
അസ്മാഉൽ മൗസൂലയും എന്താണ്? മബ്നിയാണ് എന്നുള്ളതാണ്. മബ്നിയായിട്ടുള്ള ഇസ്മാണ്. ഉദാഹരണത്തിന് അല്ലാഹുല്ലദീ ഖലഖക്കും, അല്ലാഹുല്ലദീ ഖലഖക്കും, അല്ലാഹു അല്ലദീ ഒരുവനാകുന്നു, ഖലഖക്കും നിങ്ങളെ സൃഷ്ടിച്ച ഒരുവനാകുന്നു അല്ലാഹു എന്നുള്ളതാണ്. അവിടെ അല്ലദീ എന്നുള്ളതിന്റെ ഇഅ്റാബ് എന്തായിരിക്കും? അല്ലാഹുല്ലദീ ഖലഖക്കും എന്ന് പറയുമ്പോൾ മൗസൂല ഇസ്മു മൗസൂല ഇസ്മു മൗസൂല മബ്നിയുൻ മബനിയൻ അല സുക്കൂനി മബ്നിയുൻ അല സുകൂനി ഫി ഫി മഹ- ഫി ഫി മഹല്ലി റഫ്ഇ نعت في محل رفع خبر في محل رفع خبر خبر എന്നിട്ട് വരാം اسم موصولة مبني على السكون في محل رفع خبر. അപ്പോ അസ്മാഉൽ മൗസൂലയും എന്താണ്? മബ്നിയായിട്ടുള്ള ഇസ്മാണ് എന്നുള്ളതാണ്. അപ്പോ 4 ക്ലിയർ ആയി. അഞ്ചാമത്തേത് അസ്മാഉൽ ഇസ്തിഫ്ഹാം. അസ്മാഉൽ ഇസ്തിഫ്ഹാം ചോദ്യം ചോദിക്കുന്ന ഇസ്മുകൾ. ഇപ്പോ മൻ, പിന്നെ മാ, അതേപോലെ തന്നെ മാദ, അങ്ങനെ ഉള്ള ആ ചോദ്യങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ്? അസ്മാഉൽ ഇസ്തിഫ്ഹാം എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് മൻ ഫിൽ ഉർഫതി, ആരാണ് പിന്നെ റൂമിൽ എന്ന് എന്ത് ചെയ്യണം? ചോദിക്കണം. മൻ ആരാണ്, ഫിൽ ഉർഫതി റൂമിൽ ആരാണ് എന്നുള്ളതാണ്. അവിടുത്തെ മൻ എന്താണ്? മബ്നിയായിട്ടുള്ള ഇസ്മാണ് എന്നുള്ളതാണ്. അങ്ങനെ ചോദിക്കുന്നതൊക്കെ നമ്മൾ അതിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചോദിക്കുന്ന ഇതൊക്കെ എന്താണ്? മബ്നിയായിട്ടുള്ള ഇസ്മാണ്. ഇപ്പൊ മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്മു ഇസ്തിഫ്ഹാം മബ്നിയുൻ അല സുകൂനി ഫി മഹല്ലി റഫ്ഇ മുബ്തദ എന്നാണ് വരിക. ഇസ്മുൽ ഇസ്തിഫ്ഹാം മബ്നിയുൻ അല സുകൂനി ഫി മഹല്ലി റഫ്ഇ മുബ്തദ എന്നുള്ളതാണ്. അതിലിപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആ എന്നുള്ളത് ചോദ്യമാണ്. അൻത നീയാണോ, അൻത ദാഹിബുൻ നീ പോകുന്നവനാണോ എന്നുള്ള ആ എന്നുണ്ടല്ലോ, അത് പിന്നെ ഹർഫാണ്. അതായത് ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളിൽ ഹംസ ഒഴികെ ബാക്കിയുള്ളതെല്ലാം എന്താണ്? ഇസ്മാണ്. ഹംസ എന്താണ്? അത് പിന്നെ ഹർഫായിട്ടാണ് വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇസ്തിഫാമിന്റെ ഹംസ എന്താണ്? ഹർഫായിട്ടാണ് വരിക. ബാക്കിയെല്ലാം ഇസ്തിഫാമുകളും എന്താണ്? ഇസ്മാണ്, മബ്നിയായിട്ടുള്ള ഇസ്മാണ്. അപ്പോ മൻ ഫിൽ ഉർഫതി എന്ന് പറയുമ്പോൾ മൻ എന്ന് പറഞ്ഞാൽ ഇസ്മു ഇസ്തിഫ്ഹാം മബ്നിയുൻ അല സുകൂനി ഫി മഹല്ലി റഫ്ഇ മുബ്തദ എന്നുള്ളതാണ്. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു ഇസ്മു 2 എന്ന് പറഞ്ഞു. അതിലൊന്ന് മബ്നിയായതാണ്, മറ്റൊന്ന് മുഅറബായതാണ് എന്ന് പറഞ്ഞു. മബ്നിന്റെ ഉദാഹരണങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. മബ്നിയായ ഇസ്മുകൾ ഇസ്മുൽ ഇഷാറ, അതേപോലെ തന്നെ ദമീർ മുത്തസിൽ, ദമീർ മുൻഫസിൽ, അതേപോലെ തന്നെ അസ്മാഉൽ മൗസൂല, അസ്മാഉൽ ഇസ്തിഫ്ഹാം. ഈ 5 എന്താണ്? പിന്നെ മബ്നിയായിട്ടുള്ള ഇസ്മുകളാണ്. ഇനി മുഅറബായിട്ടുള്ള ഇസ്മുകളാണ്. അതില് മുഅറബായിട്ടുള്ള ഇസ്മുകൾ എന്ന് പറയുമ്പോൾ അതിനെന്തുണ്ട്? 3 കാര്യങ്ങളാണ് അതിൽ പെടുന്നത്. ഒന്നാമത്തത് അതിനെന്തുണ്ട്? മൗഖിഅ ഉണ്ടാകും. ഒരു മൗഖിഅ ഉണ്ടാകും. മുഅറബായ ഇസ്മു എന്ന് പറയുമ്പോൾ അതിനൊരു മൗഖിഅ ഉണ്ടാകും. മൗഖിഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനം എന്നാണ് അർത്ഥം. അതിനൊരു സ്ഥാനം ഉണ്ടാകും. ഉദാഹരണത്തിന് മുഅറബായ ഇസ്മിന്റെ മൗഖിഅാണ് മുബ്തദ, ഖബർ, ഫാഇൽ. ഇതൊക്കെ എന്താണ്? അതിന്റെ മൗഖിഅകളാണ്. മുഅറബായ ഇസ്മിന്റെ മൗഖിഅകളാണ്, സ്ഥാനങ്ങളാണ് എന്തൊക്കെ? മുബ്തദ, ഖബർ, ഫാഇൽ എന്നീ പറയുന്നതൊക്കെ. രണ്ടാമത്തേത് അൽ ഹാല, ഒരു അവസ്ഥ. അതൊന്ന് സെയിം ഇങ്ങനെ ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ പറയാം.
അതായത് മുഅറബായിട്ടുള്ള ഇസ്മുകൾക്ക് ഈ 3 മുഴറബ് എന്നുള്ളത് അയിനാണോ? മുഅറബ് ഐന്. മുഅറബായിട്ടുള്ള ഇസ്മുകൾക്ക് 3 കാര്യങ്ങളാണ് അതിൽ പെടുന്നത്. അതിലൊന്ന് മൗഖിഅ. മൗഖിഅ മീമ് വാവ് ഖാഫ് ഐന്. മൗഖിഅ. മൗഖിഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനം കണ്ടെത്തുക. ആയാണോ അയിന് സുക്കൂനാണോ ഉസ്താദ്? മൗത്തി ആന്ന് അറിയുന്ന മൗഖിഅ ഐന് സുക്കൂന്. അതില് സ്ഥാനം എന്ന് പറയുമ്പോൾ 3 പിന്നെ മൗഖി എന്ന് പറഞ്ഞ സ്ഥാനാണ്. അതായത് മുബ്തദ, ഖബർ, ഫാഇൽ. ഇതൊക്കെ എന്താണ്? ഇസ്മു മുഅറബായിട്ടുള്ള ഇസ്മുകളുടെ മൗഖിഅകളാണ്. മുബ്തദ, ഖബർ, ഫാഇൽ. ഇനി മറ്റൊന്നാണ് ഹാലത്ത്. ഹാലത്ത് അവസ്ഥ. അലിഫ് ലാം താ. കാലത്ത് മീനിങ് ഹാലത്ത് പറഞ്ഞ അവസ്ഥകൾ. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ മുബ്തദഇന്റെ ഹാലാണെന്ത്? മർഫൂ. മുബ്തദ എന്താണ്? മർഫൂ ആണ്. മർഫൂ എന്നുള്ളത് എന്താണ്? അതിന്റെ അവസ്ഥയാണ്. മുബ്തദഇന്റെ അവസ്ഥ എന്ത്? മർഫൂ. ഖബറിന്റെ അവസ്ഥ എന്താണ്? മർഫൂ ആണ്. ഫാഇല് മർഫൂ ആണ്. മഫ്ഊലു ബിഹി. മഫ്ഊലു ബിഹി എന്താണ്? മൻസൂബ്. മൻസൂബ്. മൻസൂബാണ്. ഇതാണ് അതിന്റെ ഹാലുകൾ. അതായത് മുബ്തദ മർഫൂ ആകും, ഖബർ മർഫൂ ആകും, ഫാഇല് മർഫൂ ആകും, മഫ്ഊലു ബിഹി മൻസൂബ് ആകും. ഓക്കെ. ഇനി അതിൽ മൂന്നാമത്തേതാണ് അലാമത്തുൽ ഇഅ്റാബ്. ഇഅ്റാബിന്റെ അലാമത്തുകൾ, അടയാളങ്ങൾ. മുഅറബായിട്ടുള്ള ഇസ്മിന്റെ 3 പറഞ്ഞു. ഒന്ന് മൗഖിഅ, അത് നമ്മൾ പറഞ്ഞു. മുബ്തദ, ഖബർ, ഫാഇൽ. അതേപോലെ തന്നെ ഹാലുകൾ നമ്മൾ പറഞ്ഞു. മർഫൂ, മുബ്തദന് മർഫൂ, ഖബറിന് മർഫൂ, പിന്നെ ഫാഇലിന് മർഫൂ, പിന്നെ മഫ്ഊലു ബിഹിക്ക് മൻസൂബ്. ഇനി മൂന്നാമത്തെ ഒന്നാണ് അലാമത്തുൽ ഇഅ്റാബ്. ഇഅ്റാബിന്റെ അടയാളങ്ങൾ. ഇഅ്റാബിന്റെ അടയാളങ്ങൾ അത് 2 രൂപത്തിലുണ്ട്. മുഅറബായിട്ടുള്ള ഇസ്മിന് ഇഅ്റാബിന്റെ അടയാളം 2 രൂപത്തിലാണ് വരുന്നത്. ഒന്ന് അലാമത്തുൽ അസ്ലി. ഒന്ന് അലാമത്തുൽ അസ്ലി, ഒറിജിനൽ രൂപം. ഒറിജിനൽ രൂപം. അലാമത്തുൽ അസുലി. അസുലി. അസുലിയ എന്ന് എഴുതിയാൽ മതി. ബോർഡ് ഷെയർ ചെയ്യാൻ കഴിയില്ലേ? ഇത് ഇതില് അലാമത്തുൽ അസ്ലിയ.
ഇവിടെ ആഴല അയില എന്നുള്ള വന്നിക്കണ്. നാലാമത്തിൽ ആഴല എന്നുള്ള എഴുതിയ പ്രിയമുള്ളവർ, അലാമത്തുൽ അസ്ലിയ. മറ്റൊന്ന് അലാമത്തുൽ ഫർഇയ്യ. അലാമത്തുൽ ഫർഇയ്യ. അലാമത്തുൽ ഇറാബ് ഇത് രണ്ടെണ്ണാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് അലാമത്തുൽ അസ്ലിയ, ഒന്ന് അലാമത്തുൽ ഫർഇയ്യ. ഇതില് റഫ്ഇന് എന്തായിരിക്കും? അലാമത്തുൽ അസ്ലിയട്ടാണ് ഇനി എഴുതുന്നത്. അലാമത്തുൽ അസ്ലിയയിൽ റഫ്ഇന് പിന്നെ ദമ്മ ആയിരിക്കും. റഫ്ഇന് എന്തായിരിക്കും? ദമ്മ. നസ്ബിന് എന്തായിരിക്കും? ഉണ്ടല്ലോ അല്ലെ. ജർറിന് കസ്റ. കസ്റ. ഇസ്മിന് സുക്കൂൻ. ഇതാണ് അലാമത്തുൽ അസ്ലി. അസ്ലിയായിട്ടുള്ള അലാമത്തുകൾ ഇതാണ്. അതായത് ഡയറക്റ്റ് റഫ് എന്ന് പറയുമ്പോൾ ദമ്മായിരിക്കും, നസ്ബ് എന്ന് പറയുമ്പോൾ ഫത്ഹ ആയിരിക്കും, ജർ എന്ന് പറയുമ്പോൾ കസ്റ ആയിരിക്കും, ജസ്മ് എന്ന് പറയുമ്പോൾ സുക്കൂന് ആയിരിക്കും. ഇനി അലാമത്തുൽ ഫർഇയാണ്. അലാമത്തുൽ ഫർഇ. അലാമത്തുൽ ഫർഇ പിന്നെ അലിഫു അലിഫ് ഫിൽ മുസന്ന. മുസന്നയിൽ എന്തായിരിക്കും? അലിഫ് ആയിരിക്കും. മുസന്നയിൽ അതിന്റെ അടയാളം അലിഫ് ആയിരിക്കും ഉണ്ടാകുക. ഓരോന്നും വേറെ തന്നെ നമ്മള് ഓർത്തിരിച്ച് പറയും. തന്നെ ഓരോന്നും ഇൻഷാല്ലാ നമ്മൾ എടുക്കും. ഓക്കെ. വാവ് ഫി ജംഇ മുദക്കരി സാലിം. ജംഉ മുദക്കർ സാലിമിൽ എന്തായിരിക്കും? വാവായിരിക്കും. റഫ്ഇന്റെ അടയാളങ്ങളാട്ടെ പറഞ്ഞത്. അലാമത്തുൽ ഫർഇയ്യയിൽ
റഫിന്റെ അടയാളങ്ങളാണ് പറയണത് കേട്ടോ. നസ്ബിന്റെ അല്ല, ഇതൊന്നുമല്ല, റഫിന്റെ അടയാളം. മുസന്നയിൽ എന്തായിരിക്കും? അലിഫായിരിക്കും. ജംഉ മുദക്കർ സാലിമിൽ എന്തായിരിക്കും? വാവ്. വാവ് ആയിരിക്കും. അതേപോലെ തന്നെ അസ്മാഉൽ ഖംസ. അസ്മാഉൽ ഖംസയില് വാവായിരിക്കും. അസ്മാഉൽ ഖംസ ഏതൊക്കെ? അബൂ, അഖുൻ, അഖു, ദൂ എന്നുള്ളത്. അബൂ, അഖു, ദൂ എന്നുള്ളതാണ്. പിന്നെയും 2 ഉണ്ട്, 5 ഉള്ളത്. പിന്നെ 2 ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ല, അത് നമ്മൾ പഠിക്കും. ഈ 3 എന്താണ്? അസ്മാഉൽ ഖംസയാണ്. അത് പിന്നെ വാവ് കൊണ്ടാണ് അത് റഫ് ചെയ്യുന്നത്. അസ്മാഉൽ ഖംസ വാവ് കൊണ്ടാണ് റഫ് ചെയ്യുന്നത്. ഓക്കെ. ഇനി സുബൂത്ത് നൂൻ. സ്ക്രീൻ ക്ലിയർ ചെയ്തിട്ട് ചെയ്യണം. പിന്നെ സ്ക്രീനിൽ കുറെ വരച്ചിട്ടുണ്ട്. അത് ക്ലിയർ ചെയ്യണോന്ന് ചോദിക്കും. ആരാ വരച്ചത്? ഞാനല്ല. അത് മൗസ് കൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോ വരയണമെന്ന് ആ, തോന്നുന്നു. ആ, അത് ഇപ്പൊ കാണാൻ കഴിയുന്നില്ലേ? ഇപ്പൊ കാണും. സുബൂത്ത് നൂൻ ഫി ഫിൽ അഫ്ആലിൽ ഖംസ. അഫ്ആലുൽ ഖംസയാണ് സുബൂത്ത് നൂൻ. സുബൂത്ത് നൂന് അഫ്ആലുൽ ഖംസയിൽ റഫ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? സുബൂത്ത് നൂന് കൊണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇതാണ് ഫർഇയായിട്ടുള്ള പിന്നെ റഫ് ചെയ്യുന്നത് ഇതൊക്കെയാണ്. അതായത് മുസന്നയിൽ അലിഫ് കൊണ്ട് ആയിരിക്കും. അതേപോലെ തന്നെ ജംഉ മുദക്കർ സാലിമിലും അസ്മാഉൽ ഖംസയിലും എന്തായിരിക്കും? മുഅറബായിട്ടുള്ള ഇസ്മ റഫ് ചെയ്യുന്നത് വാവ് കൊണ്ടാണ്. അഫ്ആലുൽ ഖംസയിൽ മുഅറബായിട്ടുള്ള ഇസ്മ റഫ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സുബൂത്ത് നൂൻ കൊണ്ട് ആണ് എന്നുള്ളതാണ്. ഇനി മുഅറബായിട്ടുള്ള ഇസ്മ നസ്ബ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അസ്ലിയേല് അലാമത്തുൽ അസ്ലിയേൽ എന്തുകൊണ്ടാണ് നസ്ബ് ചെയ്യുക? ഓക്കെ. ഇനി പിന്നെ അലിഫ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അസ്മാഉൽ ഖംസയിൽ നസ്ബ് ചെയ്യുന്നത് അലിഫ് കൊണ്ടാണ്. അസ്മാഉൽ ഖംസയിൽ
നസ്ബ് ചെയ്യുന്നത് അലിഫ് കൊണ്ട് ആണ്. അതേപോലെ തന്നെ ലിയ മുസന്നയിൽ നസ്ബ് ചെയ്യുന്നത് യാ കൊണ്ടാണ്. അതേപോലെ തന്നെ ജംഉ മുദക്കർ സാലിം അതും നസ്ബ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? യാ കൊണ്ടാണ്. മുസന്നയിൽ നസ്ബ് ചെയ്യുന്നത് യാ കൊണ്ടാണ്. ജംഉ മുദക്കർ സാലിം നസ്ബ് ചെയ്യുന്നതും യാ കൊണ്ട്. ക്ലിയർ? കസ്റ الجمع ജംഉ മുഅന്നസ് സാലിം അത് നസ്ബ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കസ്റ കൊണ്ട്. ജംഉ മുഅന്നസ് സാലിം കസ്റ ചെയ്യുന്നത് നസ്ബ് ചെയ്യുന്നത് കസ്റ കൊണ്ട് ആണ് എന്നുള്ളതാണ്. حذف النون അഫ്ആലുൽ ഖംസ നസ്ബ് ചെയ്യുന്നത് ഹദ്ഫു നൂന് കൊണ്ടാണ്. അഫ്ആലുൽ ഖംസ നസ്ബ് ചെയ്യുന്നത് അലിഫ് കൊണ്ടാണ്, ഹദ്ഫു നൂന് കൊണ്ടാണ്. അപ്പോ മുഅറബായിട്ടുള്ള ഇസ്മുകൾ അതിൽ അസ്മാഉൽ ഖംസ നസ്ബ് ചെയ്യുന്നത് അലിഫ് കൊണ്ടാണ്. അതേപോലെ തന്നെ മുസന്നയും ജംഉ മുദക്കർ സാലിമും നസ്ബ് ചെയ്യുന്നത് യാ കൊണ്ടാണ്. ജംഉ മുഅന്നസ് സാലിം നസ്ബ് ചെയ്യുന്നത് കസ്റ കൊണ്ടാണ്. അഫ്ആലുൽ ഖംസ നസ്ബ് ചെയ്യുന്നത് ഹദ്ഫുൻ നൂന് കൊണ്ട് ആണ് എന്നുള്ളതാണ്. ഇനി അടുത്തത് ജർറ് ചെയ്യുന്നത്. മുഅറബായിട്ടുള്ള ഇസ്മുകൾ അലാമാത്തുൽ ഫർഇയ്യയിൽ ജർറ് ചെയ്യുന്നത് എന്താണ്? മുസന്ന ജർറ് ചെയ്യുന്നത് യാ കൊണ്ടാണ്. ജംഉ മുദക്കർ സാലിം ജർറ് ചെയ്യുന്നത് യാ കൊണ്ട് ആണ് എന്നുള്ളതാണ്. അതായത് പിന്നെ അസ്ലിയായിട്ടുള്ള രൂപം എന്താണ്? ജറിന്റെ അസ്ലിയായിട്ടുള്ള രൂപം നമ്മൾ പറഞ്ഞു കസ്റാണ്. എന്നാൽ പിന്നെ ഇവിടെ എന്താണ്? അലാമാത്തുൽ ഫർഇയ്യയിലേക്ക് വരുമ്പോൾ മുസന്ന പിന്നെ ജർറ് ചെയ്യുന്നത് യാ കൊണ്ടാണ്. ജംഉ മുദക്കർ സാലിം ജർറ് ചെയ്യുന്നത്
യാ കൊണ്ടാണ്. അതോടൊപ്പം അസ്മാഉൽ ഖംസ. അസ്മാഉൽ ഖംസ. ആ സ്ക്രീൻ ഒന്ന് കുറച്ച് മുകളിലേക്ക് ആക്കാൻ പറ്റുമോ? ആ, ഓക്കേ. അസ്മാഉൽ ഖംസ ജറ് ചെയ്യുന്നതും യാ കൊണ്ട് ആണ്. അപ്പൊ 3 യാ കൊണ്ട് ജറ് ചെയ്യുന്നത്. ഒന്ന് മുസന്നയാണ്, മറ്റൊന്ന് ജംഉ മുദക്കർ സാലിമാണ്, മറ്റൊന്ന് അസ്മാഉൽ ഖംസയാണ്. ഇനി ഫത്തിഹ കൊണ്ട് വളരെ ചെറുതാക്കണം. സ്ക്രീന് കുറച്ചൊന്ന് ഈ സൈസ് ചെറുതായിട്ട് കുറച്ചൊന്ന് മിഡിലേക്ക് ആക്കേണ്ടി വരും. ക്ലിയർ ആണോ? മൊബൈലിൽ കാണുന്നവർക്ക് കാണുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ബാക്കിയുള്ളത് വേറെ തന്നെ എഴുതണോ ഇത് ഒഴിവാക്കിയിട്ട്? ഇത് ഡിലീറ്റ് ചെയ്തിട്ട് വേറെ എഴുതണോ? കുറച്ച് മിഡിലിൽ കുറച്ചുകൂടി വലുതാക്കിയിട്ട് എഴുതേണ്ടി വരും. മൊബൈലിൽ കാണുന്നവർക്ക് ചിലപ്പോൾ ചെറുതായിരിക്കും. ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട്, അപ്പൊ പകുതി കാണുന്നില്ല. ഇപ്പോഴും ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പോഴും സൈഡ് ആണ്. അത് നേരത്തെ ഫുള്ള് കാണാം. നേരത്തെ കാണാമായിരുന്നു, ഇപ്പൊ സൈഡല്ല. ഇത് ഡിലീറ്റ് ചെയ്യാം. സൈഡ് പോയി. ജറിന്റെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ. നിങ്ങൾ ആരും സ്ക്രീനിൽ തൊടേണ്ട ആവശ്യമില്ല. അഥവാ കാണില്ലെങ്കിൽ ഒന്ന് എന്നോട് പറഞ്ഞാൽ മതി. എല്ലാരും അങ്ങോട്ടും കൊണ്ട് തുടങ്ങുമ്പോൾ അങ്ങോട്ടും കൊണ്ട് നീങ്ങും. കാണുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പൊ കാണുന്നുണ്ട്. ആ. Yeah, let's see. ജംഉ മുദക്കർ സാലിം അസ്മാഉൽ ഖംസ. ഇത് 3 എന്ത് ചെയ്യുന്നത്? മുസന്ന ജറ് ചെയ്യുന്നത് യാ കൊണ്ടാണ്. ജംഉ മുദക്കർ സാലിം ജറ് ചെയ്യുന്നത് യാ കൊണ്ടാണ്. അസ്മാഉൽ ഖംസ ജറ് ചെയ്യുന്നത് യാ കൊണ്ട് ആണ്. അതേപോലെ തന്നെ മംനൂഉ മിന സർഫ്
ജറ് ചെയ്യുന്നത് ഫത്ഹ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മംനൂ മിന സർഫ് ചെയ്യുന്നത്. ഇനി അടുത്തത് ജസ്മാണ്. ജസ്മില് അതിന്റെ അസ്ലി ആയിട്ടുള്ള അലാമത്ത് നമ്മൾ പറഞ്ഞു സുക്കൂനാണ്. ഫറഈ ആയിട്ട് പിന്നെ പുന്നൂൻ അഫ്ആലുൽ ഖംസ ജസ്മ് ചെയ്യുന്നത് ഹദ്ഫുന്നൂന് കൊണ്ടാണ്. അഫ്ആലുൽ ഖംസ ജസ്മ് ചെയ്യുന്നത് ഹദ്ഫുന്നൂന് കൊണ്ടാണ്. ഇതാണ് പിന്നെ ഉള്ളത്. അതായത് ജറിന്റെ നമ്മൾ പറഞ്ഞു മുസന്ന, ജംഉ മുദക്കർ സാലിം, അസ്മാഉൽ ഖംസ ജറ് ചെയ്യുന്നത് കസ്ർ കൊണ്ട്, മംനൂഉ മിന സർഫ് ജറ് ചെയ്യുന്നത് ഫത്ഹ് കൊണ്ട്, അഫ്ആലുൽ ഖംസ ജസ്മ് ചെയ്യുന്നത് പിന്നെ ഹദ്ഫുന്നൂന് കൊണ്ടാണ് എന്നുള്ളതാണ്. ഇതാണ് അലാമാത്തുൽ ഫറഈ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ഇസ്മുകള് അതിന്റെ ഹാലും അതിന്റെ ഉദാഹരണവും ഹെറാബൊക്കെ ഇൻഷാല്ലാ നമ്മള് പിന്നെ മനസ്സിലാക്കാനുണ്ട്. ഇപ്പോ മർഫൂ ചെയ്യുന്നത് ഉദാഹരണത്തിന് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാ ബോർഡ് തന്നെ കൊണ്ടുവന്നിട്ട് നമുക്ക് പഴയ രൂപത്തിലേക്ക് ക്ലാസ് മാറ്റണം. ഇപ്പോ മർഫൂഇന്റെ അവസ്ഥയാണ് ഹാദാ കിതാബുൻ, ഹാദാ കിതാബുൻ എന്നുള്ളത്. അവിടെ കിതാബുൻ എന്നുള്ളത് എന്താണ്? അത് പിന്നെ ആ ബാഇന്റെ പിന്നെ കിതാബുൻ എന്നുള്ളത് ഖബറാണ്. ഓക്കെ, പിന്നെ അതിന്റെ അലാമത്ത് റഫ് എന്താണ്? ദമ്മാണ്. അത് അസ്ലിയാണോ ഫറഈയാണോ? ഇശ്തറൈതു കിതാബൻ, ഇശ്തറൈതു കിതാബൻ. അവിടെ കിതാബൻ എന്നുള്ളത് മഫ്ഊലും ബിഹി മൻസൂബ് വഅലാമത്തു നസ്ബിഹി അൽ ഫത്ഹ. അത് അസ്ലിയാണോ ഫറഈയാണോ? അസ്ലിയാണ്. ഖറഅതു മിനൽ കിതാബി, ഖറഅതു മിനൽ കിതാബി. അവിടെ അൽ കിതാബ് എന്നുള്ളത് ഇസ്മുൽ മജ്റൂർ വഅലാമത്തു ജർരിഹി അൽ കസ്റ. അത് ഫറഈയ അസ്ലിയ? അസ്ലിയാണ്. അത് അസ്ലി ആണ് എന്നുള്ളതാണ്. ഇൻഷാല്ലാ ഇനി നമുക്ക് ഇതേപോലെ മുസന്നന്റെ പിന്നെ മർഫൂഇന്റെയും മൻസൂബിന്റെയും മജ്റൂറിന്റെയും ജംഉ മുദക്കർ സാലിം, ജംഉ മുഅന്നസ് സാലിം, അങ്ങനത്തെ ഓരോന്നും ഇൻഷാല്ലാ നമുക്ക് ഫത്ഹ്, മർഫൂഉ, മൻസൂബ്, മജ്റൂർ ഇതിന്റെ ഓരോന്നിന്റെയും ഉദാഹരണം എഴുതി അതിന്റെ ഇഅ്റാബ് എഴുതിയിട്ട് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒന്നും കൂടി ആ ഭാഗം ഒന്ന് മൊത്തത്തിൽ റിവൈസ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇസ്മു കഴിഞ്ഞ് ഫിഅൽ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. ഏതായിരുന്നാലും അടുത്ത ക്ലാസ്സിക്ക് ബോർഡ് തന്നെ കൊണ്ടുവന്നിട്ട് ഇൻഷാല്ലാ നമുക്ക് ബോർഡിൽ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കാം. ഇപ്പോ ജസ്റ്റ് നമ്മൾ ഇതുവരെ അടുത്തൊന്ന് ഓടിച്ചു എന്നുള്ളൂ. അടുത്തൊരു മൊഡ്യൂൾ തുടങ്ങുന്നതിന് മുന്നേ നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയി എന്നുള്ളൂ. ഒന്നും കൂടി ഡീപ്പായിട്ട് കുറച്ചും കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ് മൊഡ്യൂളിന്റെ ഓരോ ചാപ്റ്ററും തുടങ്ങണം ഇൻഷാല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിക്കാനും അത് പിന്നെ ജീവിതത്തിൽ പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താനുമുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു തആല അലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.